ഹലോ ഫ്രണ്ട്സ്, ഫാം സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ എറണാകുളത്തുള്ള പുത്തൻകുരിശ് മൈ ഡ്രീം നഴ്സറി എന്ന് പറയുന്നൊരു ഗാർഡനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ 10 മണിയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല അത്യാവശ്യം നല്ല ആൾക്കാർ നല്ല റീച്ചൊക്കെ കിട്ടിയായിരുന്നു. അപ്പം ഇവിടുത്തെ ഷീബ ചേച്ചിയായിരുന്നു ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഷീബ ചേച്ചിയാണ്. ഇപ്പോൾ 10 മണിയുടെ സീസൺ കഴിഞ്ഞില്ല, ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തേന്ന് പറയുമ്പോൾ എപ്പിസിയ, ബിഗോണിയ, കലാത്തി അങ്ങനത്തെ കുറേ വെറൈറ്റീസ് കളക്ഷൻ ഉണ്ട് ഷീബ ചേച്ചിയുടെ. എപ്പിസിയ ഏതാണ്ട് 60 വെറൈറ്റികളും ഉണ്ട്. അപ്പം നമ്മളിപ്പം ബിഗോണിയാസിൻ്റെയും എപ്പിസിയുടെയൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എപ്പിസിയാണ്, രണ്ടാക്കി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒറ്റ വീഡിയോയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും, വീഡിയോ കാണുമ്പോൾ ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിപ്പോൾ ആദ്യം എപ്പിസിയുടെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഷീബ ചേച്ചി എന്ന് പറയുന്നത്. ഷീബ ചേച്ചി എനിക്ക് എല്ലാവർക്കും പരിചയം കാണും. നമ്മൾ 10 മണിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പോൾ നമ്മളിപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ 10 മണിയുടെ സീസണൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് 10 മണി ചെയ്തിരുന്ന സമയത്തേ ചെയ്തിരുന്ന എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എപ്പിസിയ, ബിഗോണിയ. അപ്പോൾ ഇപ്പം ഞാൻ എപ്പിസിയയും ബിഗോണിയയും ഏകദേശം പണി പൂർത്തിയാക്കി വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആവശ്യക്കാർക്ക് കൊടുക്കത്തക്ക രീതിയിൽ അതിൻ്റെ കുറച്ച് പ്ലാന്റുകളും റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലേ എപ്പിസിയ, ബിഗോണിയ, അഗ്ലോണിമ, ബിഗോണിയ. ഇതൊക്കെ ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാവർക്കും ബിഗോണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇപ്പൊ വീണ്ടും ആൾക്കാർ അതിലേക്ക് തിരിച്ചു വന്നു. ബിഗോണിയയിൽ എത്രത്തോളം ഉണ്ട് ഇപ്പോൾ? നമുക്കിപ്പോ എന്റെ കയ്യിൽ എപ്പിസിയ ആണെങ്കിൽ 60 വെറൈറ്റി ഉണ്ട്. എപ്പിസിയ ഫ്ലെയിം വയലറ്റ് എന്നും അറിയപ്പെടുന്നതാണ് എപ്പിസിയ. 60 വെറൈറ്റി, ക്ലിയോപാട്ര അടക്കം 60 വെറൈറ്റി ഉണ്ട്. അതുപോലെ ബിഗോണിയയും ഉണ്ട്. 100-ൽ പുറത്ത് കളർ വെറൈറ്റി ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പം ഇത് രണ്ടുമാണ് ഇപ്പൊ ചെയ്യുന്നത് കറന്റ്ലി അല്ലേ? നമ്മുടെ തൈയും എല്ലാം അവൈലബിൾ ആണ് അല്ലേ? തൈയുണ്ട്. നമ്മൾ ഈ കോംബോ പാക്ക് ഒക്കെ ആയിട്ട് സെയിൽ കോംബോ ചെയ്യുന്നുണ്ട്. എപ്പിസിയ കോംബോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 25 വെറൈറ്റി 2500 രൂപ ആണ്. അപ്പൊ അതിന്റെ അകത്ത് എല്ലാ കളറും കാണും. 25 വെറൈറ്റി എടുക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഈ എപ്പിസിയ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നുള്ളത് അതിന്റെ കോമൺ നെയിമാണ്. ഫിലിപ്പീൻസ് ആണ് എപ്പിസിയുടെ ജന്മദേശം. അവരുടെ പ്ലാന്റ് ആണ് അത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡോർ ആയിട്ട് വെക്കാം, നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് വെക്കാം, വെർട്ടിക്കലിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇതിന്റെ ഇലയാണ് കളർഫുൾ ആയിട്ട് വരുന്നത്. ഇലയുടെ ഡിസൈനുകളാണ്. അതിലുപരി പൂവെന്ന് പറയാൻ പൂവിൽ വരുന്ന കുറച്ച് കളറുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡില് വിവിധ ഷെയ്ഡുകൾ, പിങ്കില് വിവിധ ഷെയ്ഡുകൾ, പിന്നെ മെയിനായിട്ട് വരുന്ന യെല്ലോ വരുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഓരോരോ പേരുകളുണ്ട്. പിങ്ക് ഫ്ലെമിംഗോ ഉണ്ട്, സൗമി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര്. ബ്ലൂ നെയിലുണ്ട്, എമറാൾഡ് വെൽവെറ്റ് ഉണ്ട്, അങ്ങനെ പല പല പേരുകളിലും ഇതറിയാം. അതെ അതെ, പരാഗണം നടക്കുന്നുണ്ട്. സീഡ് കിട്ടുന്നുണ്ട്. ഇവിടെ എനിക്ക് സീഡ് മുളച്ച് തന്നെ പല പല ഐറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സീഡിൽ നിന്നുണ്ടായത്. നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് എപ്പിസിയുടെ കളക്ഷൻ ഫുള്ള് കണ്ടിട്ട് നമുക്ക് മറ്റേ അടുത്തേലോട്ട് പോകാം അല്ലേ? അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ? അപ്പൊ ചേച്ചി ആദ്യം നമുക്ക് ഏതൊക്കെ വെറൈറ്റി? ഇപ്പം ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ടുവരുന്ന പിങ്ക് കളർ പിടിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് വരുന്നത്. ആണല്ലേ? നമ്മൾ ഈ ലെയർ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലേ? ഇത് വൈൽഡ് ഗ്രീൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൽ നിന്ന് തൈകൾ പൊട്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ പൊട്ടി വരുമ്പോ ഇതിന്റെ ചുവട്ടില് റൂട്ട് വരും. ആ റൂട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് അതെ അതെ റൂട്ട് വരുമ്പോഴാണ് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഇത് വെൽവെറ്റ് മോഡലിൽ ഇരിക്കും. ഫുള്ള് സ്മൂത്ത് ആണ്. ഷിമറിംഗ് റെഡ് എന്ന് പറയും. ഷിമറിംഗ് റെഡ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലീഫാണ്. ഈ ഷിമറിംഗ് റെഡിന്റെ തന്നെ ഒരു ഹൈബ്രിഡ് ആണ് ഇതായി നിൽക്കുന്നത്. ഇത് രണ്ടും ഒന്നല്ല, രണ്ടും 2 വെറൈറ്റിയാണ്. ഇത് ഒരു സ്മൂത്ത്നെസ് ഇല്ല, വെറുതെ പോളിഷ് ചെയ്തേക്കുന്നതൊക്കെ ഉള്ളൂ. രണ്ടും 2 വെറൈറ്റിയാണ് വരുന്നത്. അതിന്റെ ഫ്ലവർ റെഡ് ആണ്. ഇത് സൗമി എന്ന് പറയുന്ന യെല്ലോ ഫ്ലവർ വരുന്നതാണ്. യെല്ലോ ഫ്ലവറിന്റെ ആണ് വരുന്നത്. ഇത് ആദംസ് റിബ് എന്ന് പറയും. ആദംസ് റിബ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആദംസ് റിബ് ഗോൾഡൻ ലൈൻ പോലെ സെന്ററിൽ ഇങ്ങനെ ഇതുണ്ടാവും. ആദംസ് റിബ്. ഇതില് കൂടുതലും ഫ്ലവർ നോക്കിയല്ല, നമ്മള് ലീഫ് നോക്കിയാണ് അല്ലേ? ഫ്ലവർ നോക്കിയിട്ടല്ല. ഫ്ലവറിൽ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് കളറുകളാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ലീഫിനാണ് ഭംഗി വരുന്നത്. ഇതൊക്കെ ഏത് വെറൈറ്റിയാണ്? ഇതൊക്കെ ഇത് സ്ട്രോബെറി പാത്ത് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സ്ട്രോബെറിയുടെ അതിന്റെ തന്നെ വരുന്നുണ്ട്. ഇതാണ് പിങ്ക് ഫ്ലമിംഗോ എന്ന് പറയും. ഇതല്ലേ? പക്ഷെ അത് രണ്ടും തമ്മിൽ ഇല്ല, വ്യത്യാസമുണ്ട്. അതിന്റെ ലീഫില് ഒരു ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് പോലെ കേറി വരുന്നുണ്ട്. പിന്നെ അതിന്റെ അകത്തെ ഇല കണ്ടോ, ഡാർക്ക്നെസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ അകത്തെ ഇലക്ക് കളർ ഷെയ്ഡ് വ്യത്യാസം വരും അല്ലേ?
ഇത് ഗ്രീനിൻ്റെ തന്നെ ഒരു പുതിയ വെറൈറ്റി വരുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഹൈബ്രിഡാണ് ഈ വരുന്നത്. നിങ്ങൾക്ക് കളർ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ സൈഡിലെല്ലാം ഡിസൈൻ ഉണ്ട്, തിരിച്ചും മറിച്ചുള്ള ഡിസൈൻ ഉണ്ട്. പക്ഷേ ഇതിനകത്താണെങ്കിൽ ആ ഒരു റെഡിഷ് കളറും കയറി വരും. ആ ലൈൻ സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കയറി വരുന്നത്. ഇത് ഹൈബ്രിഡ് തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇതിന്റെ ഫ്ലവർ വരുന്ന അയഡിൻ റെഡിന്റെ കളറായിരിക്കും. അയഡിൻ റെഡ് ഇല്ലേ, അയഡിൻ നമുക്ക് മരുന്നില്ലേ, അയഡിൻ അങ്ങനത്തെ കളറാണ്. ഫ്ലവർ റെഡ് കളറിനകത്ത് യെല്ലോ ഡോട്ട്സ് ആയിരിക്കും മൊത്തം ഇതിൽ വരുന്നത്. റെഡ് കളറിനകത്ത് യെല്ലോ ഡോട്ട്സ്. ഇത്രയും വലിയ ലീഫ് ഒക്കെ ഇങ്ങനെ നമ്മൾ എപ്പിസിയൊക്കെ ഉണ്ടാവാറുണ്ടോ? എപ്പിസിയൊക്കെ ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ ലീഫ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയിലച്ചണ്ടിയും മണ്ണും മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. ചകിരിച്ചോറോ വേറെ ചാണകമോ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. തേയിലച്ചണ്ടിയും മണ്ണും. അതിനുശേഷം പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് വേസ്റ്റ് പുല്ല് മുക്കി വെച്ചേക്കും, എന്തെങ്കിലും വേസ്റ്റ് കാടുകൾ. അതൊരു 5 ദിവസം കഴിയുമ്പോൾ അത് അരിച്ച് കുപ്പികളിൽ വെച്ചിട്ട് അതിന്റെ നേർപ്പിച്ച സ്ലറിയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് ഏത് ക്ലൈമറ്റ് ആണ് അനുയോജ്യം? ഇവർക്ക് അധികം വെയിൽ വേണ്ട, തണലത്ത് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരല്ലേ? തണലത്ത് വളരാൻ. വെള്ളമൊക്കെ ഒഴിക്കുന്ന ഏതൊക്കെ ടൈമിലായിരിക്കും? ഇത് 5 ദിവസത്തിലൊരിക്കലാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത്. 5 ദിവസം വരെയും ആ നനവ് ഇതിനകത്ത് തന്നെ നിൽക്കും. ഇതാണ് ആൾക്കാരെല്ലാം പറയുന്ന യെല്ലോ ഫ്ലവർ ആണ് ഈ കാണുന്നത്. ഇത് പിസിയിൽ തന്നെ യെല്ലോ ഫ്ലവർ. ഇതിലിപ്പോ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്, ഒരു റെഡിഷ് ഷെയ്ഡും കൂടി കയറി വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പൊ നമുക്ക് ഇത് ഒത്തിരി സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. യെല്ലോയുടെ ഒത്തിരി സ്റ്റോക്ക് നമുക്ക് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എമറാൾഡ് വെൽവെറ്റ് എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഒത്തിരി ഉണ്ട്. വൈറ്റ് കളർ പൂ കയറി വരും, എമറാൾഡ് വെൽവെറ്റ്. പിന്നെ ഈ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഒരു 3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു വെറൈറ്റി വരുന്നുണ്ട്, അതിൻ്റെ ഡിസൈൻ നോക്കിയാൽ അറിയാം. അതുപോലെ ഇതൊരു വെറൈറ്റി വരുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത് കണ്ടാലാണ് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഡാർക്ക് വരയാണ്. അതെ, സെന്റർ ലീഫുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സെന്റർ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ തന്നെ 3ാമത്തെ വെറൈറ്റിയാണ് ഇത്. അപ്പോൾ 3ഉം കൂടി ഒന്നിച്ച് കണ്ടാൽ മാത്രമാണ് നമുക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ അറിയാം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഇത് രണ്ടും കാണുമ്പോഴും അറിയാം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ ഫോട്ടോ ആയിട്ട് വരിക, ഫോട്ടോ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അവരുടെ കയ്യിലുള്ളതും ഇവിടത്തെയും കൂടി ആയിട്ട് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. എല്ലാത്തിന്റെ മദർ പ്ലാന്റ് എത്ര നമ്മൾ 2 വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മദർ പ്ലാന്റ് 2-ലധികം വെച്ച് ചെയ്തിട്ടുണ്ടല്ലേ? എത്ര നാളെ ഒരു ഫുൾ ഗ്രോത്ത് കിട്ടാൻ നമുക്ക്? ഇതിപ്പോ ഞാൻ ഏകദേശം വെച്ച് കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ ആയ പ്ലാന്റുകളാണ്. 1 വർഷമൊക്കെ കൊണ്ടാണ് ഞാൻ ഇതെന്റെ ഒരു മദർ പ്ലാന്റ് ആയിരുന്നു. ഇതിൽ നിന്ന് ഞാൻ 30 ചട്ടിയിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. 30 ചട്ടിയിലോട്ട് പെട്ടെന്ന് ആവുന്നുണ്ട്, നിറയെ ആയി വരുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ യെല്ലോ പിടിച്ചു കിട്ടാൻ പാടാണ്. ചില സ്ഥലത്ത് യെല്ലോ പിടിച്ചു കിട്ടാൻ പാടാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, മണ്ണിലധികം ചാണകം ചേർക്കാതിരിക്കുക. ചാണകത്തിന്റെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും മുകളിൽ സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെ ലീഫുകളുടെ അടിയിലും സ്പ്രേ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇതിലൊരു CL വരും. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. ഇങ്ങനെ ഒരു CL വരും. ഈ CL വരുമ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് സ്യൂഡോമോണോസ് അല്ലെങ്കിൽ സാഫ്, അതിൽ രണ്ടിലേതെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മളതിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ആ പോർഷനിൽ ഇതാക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ ചെടികൾക്കും കൊടുക്കാം. പക്ഷേ പിന്നെ ഒരു 2 ദിവസത്തേക്ക് വെള്ളമൊന്നും കൊടുക്കണ്ട. ഞാനിവിടെ 5 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഇവർക്ക് നനവ് കൊടുക്കാറുള്ളൂ. ഇതൊക്കെ നോർമൽ വെറൈറ്റി ആണോ? ഇത് നോർമൽ വെറൈറ്റി ആണ്. ഇത് നമുക്ക് മലയൻ ജെം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. മലയൻ ജെം അല്ലേ? അത് തന്നെ. അതിന്റെ ഫ്ലവർ റെഡിഷ് കളറാണ്. അതങ്ങനെ നല്ല ഭംഗിക്ക് വരും. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാം. ഇതിപ്പോ ഇൻഡോർ ആയിട്ട് നമുക്ക് ജനലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ ഇൻഡോർ ആയിട്ട് ചെയ്ത് വെക്കാം. ഹാങ്ങിങ് ചെയ്താൽ ഫുള്ള് താഴെ വരെ നിറഞ്ഞ് ഫ്ലവർ ആയിട്ട് കയറി വരും. ഈ റെഡ് കളർ ഇതൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും ലീഫൊക്കെ. പിസിയ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. വെറൈറ്റി ഇതിൽ തന്നെ കാണുന്നവർക്ക് തോന്നും, അറിയാത്തവർക്ക് തോന്നും ഒരു വെറൈറ്റി ആണെന്ന്. പക്ഷെ ഇത് 2 വെറൈറ്റിയാണ്.
ഇതിന്റെ സെന്ററിൽ നോക്കിയാൽ അറിയാം ഒരു റോസ് കളർ കയറി വരുന്നുണ്ട്. ഇതിന്റെ ഈ ലീഫ് നോക്കിയാൽ അറിയാം ഇത് രണ്ടും വ്യത്യാസമാണ്. ഡിസൈനുകൾ നോക്കിയാലും അറിയാം. അത് ഇത് ശരിക്കും അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ പറയോ ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ട് എന്നൊരു ഇതാവും, അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇതൊരു വെറൈറ്റിയാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ റെഡ് ഫ്ലവർ ആണ് വരുന്നത്. പക്ഷേ എനിക്ക് പരാഗണം മാതൃസസ്യം റെഡ് ഫ്ലവർ ആണ്. എനിക്കിവിടെ പരാഗണം നടന്ന് സീഡിൽ നിന്ന് ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഓറഞ്ച് ഫ്ലവർ ആണ് വരുന്നത്. നല്ല ഓറഞ്ച് ഫ്ലവർ ആണ് വരുന്നത്. കണ്ടിന്യൂസ് ചെയ്ത് വീണ്ടും ഓറഞ്ച് ഫ്ലവർ തന്നെയാണ് അതിൽ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇതൊരു പുതിയ വെറൈറ്റി ആണ്. പുതിയ വെറൈറ്റി. അതാ ഇതുപോലെ ഇങ്ങനെ തൈ വരും, ഇങ്ങനെ തൈ വന്നുകൊണ്ടേ ഇരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം അടിയിൽ റൂട്ട് വന്നേക്കുന്നത് കണ്ടോ. ഈ റൂട്ട് വന്ന ഈ പോയിന്റ് ആണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നടുന്നത്. അപ്പോൾ എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പ്ലാന്റ് ആയി കിട്ടും? ഇത് നല്ലോണം വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 മാസം കൊണ്ട് ഇതേപോലെ കയറി വരും. പിന്നെ NPK ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള എന്തൊക്കെയാണ്? NPK അത് ഞാൻ ജൈവവളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഈ സമയത്ത് ഒരു വളങ്ങളും ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് വളം ഉപയോഗിക്കുന്നില്ല. ഓൾറെഡി പണ്ടതിന് കൊടുത്തിരുന്ന വളങ്ങളുണ്ട്. പിന്നെ ചീഞ്ഞു പോവാതിരിക്കാനുള്ള എന്തെങ്കിലും മരുന്നുകൾ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. NPK ഒന്നും ചെയ്യുന്നില്ല. ഇത് ബ്ലൂ നൈൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഉജാല കളർ ബ്ലൂ കളർ ഫ്ലവർ ആണ് ഇത് വരുന്നത്. ബ്ലൂ നൈലിന് ബ്ലൂ ഫ്ലവർ ആണ്. അതെ അതെ, ബ്ലൂ കളർ ഉജാല ബ്ലൂ ആണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്, സെയിൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റീസ് ആണിത്. ഇതിൻ്റെയൊക്കെ പ്ലാന്റുകളുണ്ട് നമുക്ക് കൊടുക്കാനുണ്ട്. നേരിട്ട് കണ്ടാലേ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അതിൻ്റെയൊക്കെ എല്ലാ ഡിസൈനും കൂടി വാരിക്കോരി ദൈവം കൊടുത്തേക്കുക. സൗന്ദര്യം. ഇതൊക്കെ മഞ്ഞയുടെയാണ്. ഇതും മഞ്ഞയാണ്. ഇത് സൗമി എന്ന് പറയുന്ന മഞ്ഞയാണ്. അതിന്റെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. കണ്ടോ, നേരത്തെ കണ്ടതിൽ ഗ്രീനിഷും കൂടിയൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ഇത് 2 കളർ മാത്രം. ഇതൊക്കെ ഹൈബ്രിഡ് ആണ്. ഇതാണെങ്കിലോ അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ നേരത്തെ കണ്ട ഇത് പുതിയ വെറൈറ്റി ആണ്. സിൽവർ കളറാണ്. ഇതിന്റെ തൈകളുണ്ട്, നമുക്ക് കൊടുക്കാനുണ്ട്. അതിന്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് കയറി വരുന്നതാണ്. ഇത് നോക്കി, അതിന്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് ആണിത്. അല്ല, പിങ്ക് ഫ്ലെമിംഗോ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നല്ല വ്യത്യാസമുണ്ട്. ഇങ്ങനെ അപ്പം സെന്ററിൽ ഒരു ക്രീം കളർ വന്നിട്ട് അതെ, ലൈറ്റ് ഷെയ്ഡാ, ഡാർക്ക് ആവൂല. പിങ്ക് ഫ്ലെമിംഗോ ഒക്കെ നല്ല ഡാർക്ക് കളർ കയറി വരുന്നുണ്ട്. ഇത് ഡാർക്ക് വരുന്നില്ല. പിന്നെ ഇത് നമുക്ക് ലീഫ് കുത്തിവെച്ച് എടുക്കാൻ പറ്റും, പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട്. ലീഫിൽ നിന്നും തൈ ആക്കുന്നുണ്ട്. ഇതിൽ 2 ടൈപ്പ് പൂ പിടിക്കും. റെഡ് പൂവും വരും, മഞ്ഞയില് റെഡ് ഡോട്ടും വരും. 2 കളർ ഫ്ലവർ വരും അതിനകത്ത് കയറി വരും. ഇതൊക്കെ നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ് ആണ്. അതൊക്കെ സെയിലിനുണ്ട്. ഉള്ളതാണ് അല്ലേ? ഇങ്ങനെയാണ് നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? ജിഫിയിലൊന്നും ചെയ്യാറില്ലേ? ജിഫിയിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നമ്മൾ ഇത്രയും നാളും എപ്പിസിയും ബിഗോണിയും ഞാൻ ഓൺലൈൻ സെയിൽ കഴിവതും ഒഴിവാക്കുവാണ്. കാരണം ഓൺലൈൻ സെയിലിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരു സംതൃപ്തി ഉണ്ടാകില്ല. അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരും. അപ്പം മാക്സിമം ഇതൊക്കെ ആവശ്യമുള്ളൊരു ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ കുത്തി വെച്ചേക്കുവാണ്. ലീഫ് നല്ല വലിപ്പമുള്ള ലീഫ് നോക്കി എടുക്കണമെന്നുണ്ടോ? ലീഫ് വലിപ്പമുള്ള അല്ല, അടിവശത്തുള്ള ലീഫ്. അതായത് അത് ഞാൻ കാണിച്ചു തരാം. ലീഫ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ ലീഫ് തൈ ഏകദേശം തൈ ആകാറായി. ലീഫിന് നമുക്ക് ഒരു ലീഫ് വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം വേണം ഒരു തൈയായി കിട്ടാൻ. 90 ദിവസം വേണം ഒരു ലീഫിൽ നിന്ന് തൈയായി കിട്ടാൻ. ഈ അടിയിലുള്ള അതായത് ഈ ഞരമ്പ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുള്ള ലീഫാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങളുടെ ചെടി എങ്ങാനും ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ കുഴിച്ചു വെക്കാതിരിക്കുക. ആദ്യകാലത്ത് ഞാനും ആൾക്കാർ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് ഇങ്ങനെ തന്നെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ കുഴിച്ചു വെച്ചിരുന്നു. അപ്പം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് റൂട്ട് വരത്തേ ഉള്ളൂ, പ്ലാന്റ് വരില്ല. ഈ പോർഷൻ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് കളയണം. ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളതിനെ ഇങ്ങനെ കുഴിച്ചു വെക്കുന്നത്. അങ്ങനെയാണ് 90 ദിവസം കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക്
തൈയായി കിട്ടുന്നത്. പക്ഷെ സാധാരണ ഈ എപ്പിസിയുടെ ഇല മണ്ണി മുട്ടിക്കിടന്ന് ചീഞ്ഞു പോകുന്നൊക്കെ പറയാറുണ്ടല്ലോ. ചീഞ്ഞു പോകത്തൊന്നുമില്ല, അത് പിടിച്ച് കിട്ടിക്കോളും. ഇതാ നിങ്ങൾക്ക് കണ്ടോ തൈ വരാനുള്ള തുടക്കം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് ഇനി തൈ പൊട്ടി വരുന്നത്. തൈ പൊട്ടി കേട്ടോ, ആ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ നടാനായിട്ട്. ഇങ്ങനെയാണ് നടേണ്ടത്. ഞാൻ എപ്പിസിയകൾ കളക്ട് ചെയ്തിരുന്ന സമയത്ത് ഏറ്റവും കൂടി റേറ്റ് ആയിക്കൊണ്ടിരുന്നത് യെല്ലോയ്ക്കായിരുന്നു. ഗ്രീൻ ഇലയുള്ളതും ബ്രൗൺ ഇലയുള്ള യെല്ലോയ്ക്ക്. അപ്പോൾ അതൊരു 900-1000 റേഞ്ചിനായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ എനിക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ക്ലിയോപാട്ര എന്ന് പറയുന്ന സുന്ദരിയെ കൈക്കലാക്കണമെന്ന്. അങ്ങനെയാണ് ഇതാണ് നമുക്കൊക്കെ പ്രതീക്ഷയായിരുന്ന ക്ലിയോപാട്ര എന്ന് പറയുന്ന വെറൈറ്റി. അത് ഞാൻ 2 തവണ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ വന്നിട്ട് ചീഞ്ഞു പോയി. 3ാമത്തെ തവണ വരുത്തിച്ചതാണ്. പക്ഷേ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് 3-4 തൈ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് തൈ വരുന്നുണ്ട്. ക്ലിയോപാട്ര ഒരു പ്ലാന്റിന് നമുക്ക് 1500 രൂപയാണ്. അതെ 1500. ആൾക്കാർ ഇപ്പൊ 2000-നൊക്കെ വിൽക്കുന്നുണ്ട്. സെയില് വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ് ക്ലിയോപാട്ര ഉള്ളത്. തൈയായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ള എപ്പിസികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സെൻസിറ്റീവും ആണ്. പക്ഷെ അത് അധികം ആരുടെ കയ്യിലും ഇല്ലാത്തത് കൊണ്ടും മറ്റുള്ള ഇലകളെ വെച്ച് നോക്കുമ്പോൾ കളർഫുൾ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. അപ്പൊ ഞാൻ വിൽക്കുന്നത് 1500-നാണ് വിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഫ്ലവർ എല്ലാ കളറും കിട്ടാറുണ്ടോ അതോ? ഇതിന് വരുന്ന റെഡ് ഫ്ലവർ തന്നെയാണ്. ഇതിന്റെയൊക്കെ ഭംഗി എന്ന് വെച്ചാൽ ഈ സിൽവർ കളറാണ്. ഇത് നേരിട്ട് കണ്ടാലേ അറിയത്തുള്ളൂ. നല്ല സിൽവർ കളറാണ് ഈ കാണുന്നത്. വൈറ്റ് അല്ല, ഒരു സിൽവർ പോലെ തന്നെയാണ്, അലൂമിനിയം കളർ പോലെ ഫീൽ ചെയ്യുന്നതാണ്. അതിനകത്താണ് ഈ പിങ്ക്. കാലാവസ്ഥക്കനുസരിച്ച് ഈ പിങ്ക് ഒന്നും കൂടി നല്ലോണം കളർ കൂടി വരാനും, ചില കാലാവസ്ഥയിൽ ഒന്നും കൂടി നല്ലോണം കൂടി വരും, ചില കാലാവസ്ഥയിൽ കുറച്ച് കുറഞ്ഞു വരും. പിന്നെ ശിവ ചേച്ചി നമ്മളിവിടെ കണ്ടപ്പോൾ വെർട്ടിക്കൽ എപ്പിസിയ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഫിലിപ്പീൻസിന്റെ ഗ്രൂപ്പുകളിൽ കയറി നോക്കുമ്പോൾ ഒത്തിരി പേര് ഫിലിപ്പീൻസിൽ ഇങ്ങനെ ഫ്ലാറ്റുകളിലൊക്കെ പോലെ താമസിക്കുന്നവർക്ക് അവര് ബാൽക്കണി കോർണറിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പോർഷനിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു വെർട്ടിക്കലിൽ ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് സക്സസ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതെന്റെ മദർ പ്ലാന്റ് ആക്കാൻ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 2ാമത് സെറ്റ് ചെയ്തതാണിത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് വളർന്ന് താഴെ വരെ വരും. അപ്പൊ അതിൽ നിന്ന് അടുത്ത പ്ലാന്റ് താഴോട്ട് പോകും. അപ്പൊ ഇത് ഫുള്ള് ഫില്ലായി നിൽക്കും വിവിധ കളറുകൾ കൊണ്ട്. കൈ പൊട്ടി താഴോട്ട് വരും. അപ്പൊ ഇവരെല്ലാം തങ്ങൾ ഈ പരസ്പരം കൈകോർത്ത് കിടക്കുന്ന കണക്ക് ഇത് ഫുള്ള് തിക്കായി വളരും. ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പൊ ചിലര് പറയൂലേ ഞാൻ ഫ്ലാറ്റിലാണ്, എനിക്ക് 50 വെറൈറ്റി 100 വെറൈറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇതുപോലെ ഒരു കോർണറിൽ ടീ കോർണറിലോ എവിടെയെങ്കിലും ഒരു വെർട്ടിക്കൽ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വെർട്ടിക്കൽ ചെടികൾ നശിച്ചു പോണത് പോലെ ഇത് വേഗം പോകത്തില്ല. നല്ല ഭംഗിക്ക് ഇങ്ങനെ തന്നെ കിടന്നോളും. ഫ്ലവറിങ് ടൈം ആയി കഴിഞ്ഞാൽ എല്ലാത്തിലും നല്ല ഫ്ലവറും ആവും, നല്ല കളർഫുൾ ആയിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതിൽ കൂടുതലും ഫ്ലവർ ഒക്കെ പിടിക്കാൻ എന്ത് ചെയ്യണം? നല്ലപോലെ എപ്പോഴും പൂത്ത് നിൽക്കാനൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇത്. ചാണകത്തില് നൈട്രജൻ കൂടുതൽ അടങ്ങിയതാണ് കളകള്. ആ കളകള് ഫ്ലവർ വരുന്നതിന് മുമ്പുള്ള കളകള്, പല സൈസ് കളകൾ എടുക്കുക. ആ കളകൾ ഒരു പിടി കൊണ്ടുവന്നിട്ട് ഈ ചാണക വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇളക്കി അരിച്ച് നിങ്ങൾ ബോട്ടിലുകളിൽ സൂക്ഷിച്ചു വെക്കുക. പിന്നെ ചിലവര് നമ്മൾ ഈ വരുന്ന തൈ അങ്ങ് ഒടിച്ചൊടിച്ച് മാറ്റുന്ന കണ്ടിട്ടുണ്ട്. ഇല്ല, എപ്പിസിയിൽ അങ്ങനെ ചെയ്യരുത്. എപ്പിസി അതായത് കണ്ടില്ലേ, ഇതിങ്ങനെ തിക്കായിട്ട് തന്നെ വാരണം. തിക്കായിട്ട് തന്നെ തൈകൾ കൊണ്ട് നിറഞ്ഞു തന്നെ വാരണം. അതാണ് അവരുടെ ഒരു ഭംഗി. ഫ്ലവർ വന്നോളൂ, എപ്പിസിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ചെറിയ ഈ മുളപ്പ് തൈ ഒന്ന് ഒടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, എപ്പിസിക്ക് അങ്ങനെ ഒടിച്ചു കളഞ്ഞാലൊന്നും വരത്തൊന്നുമില്ല. എപ്പിസി ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് ചോദിച്ചത്. എപ്പിസിക്ക് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒടിച്ചു കളഞ്ഞാൽ മറ്റുള്ളതിൽ ഫ്ലവർ വരുമെന്നാ. അങ്ങനെ ഒടിച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഫ്ലവർ വരാൻ നമുക്ക് വിശപ്പിന് ആഹാരം കഴിക്കുന്ന കണക്ക് അവർക്ക് വളം കൊടുത്തു കഴിഞ്ഞാൽ അവര് നന്നായിട്ട് വളർന്നു വരും. കണ്ട, അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇങ്ങനെ കയറി വരണം, ലെയർ ആയിട്ട് ഇങ്ങനെ കയറി വരണം. എന്നിട്ട് ഇതിലെല്ലാം ഫ്ലവർ ആവും. അപ്പോഴത്തെ എന്താ, ഒരറ്റത്തുനിന്ന് ഫ്ലവറും വരും, ഒരറ്റത്തുനിന്ന് അടുത്ത തൈയും വരും. ഇങ്ങനെ ലെയർ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ കാണാം, ഫ്ലവർ ഉണ്ട്. ഇങ്ങനെ ഫുള്ള് ഷൈനിങ്ങില്. അപ്പൊ നിങ്ങൾക്ക് ഇൻഡോർ ആയിട്ട് വെക്കണമെങ്കിൽ ഒരു ചെയർ ഇട്ടിട്ട് ആ ചെയറിലൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. 2-3 കളറുകൾ ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കും.
ഇനി ബ്രൗൺ ലീഫിന്റെ 3 പ്ലാന്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബ്രൗൺ ലീഫ്, ഇതൊരു ബ്രൗൺ ലീഫ്, ഇതൊരു ബ്രൗൺ ലീഫ്. ഇനി ഇവരുടെ 3പേരെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹൈബ്രിഡ് ആണ്. നല്ല കോഫി ബ്രൗണിനകത്ത് സെന്ററിൽ ഇതുപോലെ ഡിസൈൻ വരും. ഇതിന്റെ ഫ്ലവർ ഇതാണ്. ഒരു തുമ്പിൽ ഒരു വാല് പോലെയൊക്കെ ഉണ്ടാവും, ചെറിയൊരു വാല് പോലെയൊക്കെയുള്ള ഫ്ലവർ ആയിരിക്കും. ഇത് യെല്ലോ ഫ്ലവർ ആണ്. നമ്മുടെ സൗമി എന്ന് പറയുന്ന യെല്ലോ ഫ്ലവറുള്ള വെറൈറ്റിയാണ് ഇത്. ഇതും അതേ കണക്ക് തന്നെ. ഇത് നോക്കിയ ഡിസൈൻ കണ്ടോ, ഇങ്ങനെയാണ്. ഡാർക്ക് പിങ്ക് കളറാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത്. ഡാർക്ക് പിങ്ക് ആണ്. ഡാർക്ക് പിങ്ക്. ആ പിങ്ക് ആണെങ്കിൽ പോലും നമ്മുടെ പഴയ വെറൈറ്റി ഉണ്ട്. ഇതാണ് പഴയ വെറൈറ്റി. ഇത് പഴയ വെറൈറ്റിയിൽ പിങ്ക് പൂ പിടിക്കുന്നതാണ്. പക്ഷെ അതല്ല ഞാൻ ആദ്യം കാണിച്ചത്. അത് ഒന്നും കൂടി നല്ല കളർ പൂ വരുന്നതാണ്. അപ്പോൾ ചേച്ചി ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം ചോദിക്കുവാണ്, ഇപ്പം എനിക്ക് കുറച്ച് സിംഗിളായിട്ട് കുറച്ച് വേണം, എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സൈസും പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം സെയിലിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഈ സൈസ് ആണോ നമ്മുടെ? ഇത് ഹാങ്ങിങ് പ്ലാന്റിന്റെ ആ സൈസിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോംബോ 25 വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നത് ഈ സൈസ് പ്ലാന്റാണ് വരുന്നത്. ഈ പോട്ടിൽ, ഈ ചെറിയ പോട്ടിലുള്ള ഈ സൈസ് പ്ലാന്റ് ആണ്. പോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ? ഈ പോട്ട് ഉൾപ്പെടെ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത്. 25 പ്ലാന്റ് 2500 രൂപ റേറ്റ് ആണ് നമുക്ക് വരുന്നത്. 25 പ്ലാന്റിന് 2500 രൂപ, 100 രൂപ റേറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഒരു വെറൈറ്റി 100 രൂപ. എല്ലാം 100 രൂപ. യെല്ലോ ഉണ്ടാവും, ബ്ലൂ നെയിൽ ഉണ്ടാവും, അതായത് ബ്ലൂ കളർ പൂ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എമറാൾഡ് വെൽവെറ്റ് ഉണ്ടാവും, വെള്ള വരുന്നത്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഈ കാണുന്ന വെറൈറ്റികളൊക്കെ ചേർത്തിട്ടാണ് 25 ഫ്ലവർ ടൈപ്പ് നമ്മൾ 2500 രൂപയ്ക്ക് കൊടുക്കുന്നത്. അല്ലാതെ സിംഗിൾ പ്ലാന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. സിംഗിൾ ആകുമ്പോഴത്തേക്ക് ഏത് വെറൈറ്റി ആണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് വരും റേറ്റ്. പിന്നെ നമ്മുടെ കുറെ പേര് ചോദിച്ചു പുത്തൻകുരിശ് എവിടെയാണെന്ന് ചോദിച്ചു. പുത്തൻകുരിശ് അതൊന്ന് ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പറയാമോ? പുത്തൻകുരിശ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കറക്റ്റ് ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാനും വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഇത് തൃപ്പൂണിത്തുറ മൂവാറ്റുപുഴ റൂട്ടിൽ പുത്തൻകുരിശിൽ വന്നിട്ട് ആലുവ ബസ് പോണ റൂട്ട് 3 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി. ഇവിടെ മറ്റപ്പള്ളി കുരിശ് ഗാർഡിയൻ പബ്ലിക് സ്കൂള്, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഗാർഡിയൻ പബ്ലിക് സ്കൂൾ അറിഞ്ഞുകൂടെങ്കിൽ കുറച്ചും കൂടി അറിയാൻ പറ്റുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തേറ്റ് കമ്പനിയുടെ അടുത്തായിട്ടാണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു വച്ചേക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് വിലയ്ക്ക് കളക്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലിയോപാട്ര പോലുള്ള ചെടികൾ ആദ്യം 1-2 തവണ കളക്ട് ചെയ്ത്, നിങ്ങൾക്കറിയാം ഇതൊരു ക്ലിയോപാട്രയാണ്, ഞാൻ വരുത്തിച്ച ഒരു ക്ലിയോപാട്രയാണ്, അത് പോയി തീർന്ന്. ഇതുപോലെ 2-3 ചട്ടി വരുത്തിച്ചിട്ടാണ് എൻ്റെ പ്ലാന്റുകൾ, ഇതാ ലീഫുകളെല്ലാം അവിടെ കുത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം ഞാനിത് ചെയ്ത് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്, പിടിപ്പിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് തൈയാക്കി വെക്കുന്നതും വിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ഒരു 10 മണിയുടെ വീഡിയോ ഇറങ്ങിയപ്പോഴും അതിൽ പല നെഗറ്റീവ് കമൻറ്റുകളും കണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറയുവാണ്. ആരും നെഗറ്റീവായിട്ട് കരുതരുത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒരു 10 മണിപ്പാടം ചെയ്തത്. പക്ഷേ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന്. അപ്പോൾ കാണാൻ വരുന്നവർ ചിലപ്പം ഞാൻ ചോറുണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വരുന്നത്. ആ ചോറുണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നതെങ്കിൽ മാക്സിമം നമ്മൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല, പോയി കാണാൻ പറയും. പക്ഷെ കാണാനായിട്ട് വരുന്ന വ്യക്തികൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പല സ്ഥലത്തു നിന്നായിട്ട് ആന്ധ്രയിൽ നിന്നും എല്ലാമായിട്ട് കളക്ട് ചെയ്ത ഒരു 10-20 വെറൈറ്റി മുളകുകളെല്ലാം നട്ടുവെച്ചിരുന്നു. ഈ കാണാനായിട്ട് വന്നവർ, ഫാമിലി ആയിട്ട് വരുന്നവർ ഫോട്ടോ എടുത്തിട്ട് 10 മണി കട്ടെടുത്തിട്ട് പോകും. മുളകുകളെല്ലാം വലിച്ച്, പഴുത്ത മുളകുകളെല്ലാം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഒരു സോറി പറഞ്ഞ് നമ്മളുടെ മുന്നിലോട്ട് അത് വലിച്ചെറിഞ്ഞ് തന്നിട്ട് പോണത്, അത് ഭയങ്കര ഒരു വിഷമം ഉളവാക്കുന്ന കാര്യമാണ്. അങ്ങനെ കുറച്ച് നാൾ ഞാനത് അടച്ച് ക്ലോസ് ചെയ്തായിരുന്നു, ആരെയും അകത്തോട്ട് കയറ്റാതെ. അപ്പോൾ പിന്നെ അതിൽ കുറേ വീഡിയോയിൽ ആൾക്കാർ വന്ന് കമൻ്റ് ഇട്ട് അവർക്ക് ഭയങ്കര ജാടയാണ്, അവർ ചെടി തരില്ല. ഒരു ജാടയും ഇല്ല. എൻ്റെ സൗണ്ടിന് ഇത്തിരി കടുപ്പ കൂടുതലുണ്ട്. പിന്നെ നിങ്ങളിൽ നിന്ന് ഏൽക്കുന്ന ഈ വിഷമങ്ങൾ, ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെടി വലിച്ചു പറിച്ച് പിഴുതെടുത്തോണ്ട് പോവുക, ആവശ്യക്കാർക്ക് അധികം പ്ലാന്റ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ എന്നിട്ട് ചെടി തരാതെ പറഞ്ഞയച്ച്, അങ്ങനെയൊന്നും ഉള്ള ആരുമില്ല. അങ്ങനെ ചെടി തരാതെ പറഞ്ഞ് 10 മണിയൊക്കെ തരാതെ പറഞ്ഞയച്ചതായിട്ട് ആരെയും എനിക്ക് അറിവ് പോലും ഇല്ല, അങ്ങനെ ഉള്ളവരാ. പക്ഷേ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചെടികൾ മോഷ്ടിക്കാതിരിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും വില കുറച്ചിട്ടാണ് ഞാൻ ചെടികൾ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം മേടിക്കുക.
നെഗറ്റീവ് കമൻറ്റ് മാക്സിമം ഇടാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എന്നെ വഴക്ക് പറയണമെങ്കിൽ നിങ്ങൾ ഫോണിലെടുത്ത് അത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഫോൺ വിളിച്ച് പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കണം. എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ വിളിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. അല്ലാതെ ഇനിയായാലും ചെടികൾ ഇതാ ഒരുപാട് ചെടികൾ എപ്പിസിയ ബിഗോണിയയുടെ ഒരുപാട് പ്ലാന്റ് വിൽക്കാൻ തന്നെ 10,500 പ്ലാന്റ് റെഡിയാക്കിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ മക്കളായിരിക്കും എടുത്തു തരുന്നത്. അതുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, അതുങ്ങളെ പറ്റിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒത്തിരി വലിയ കാറിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ. ആരും നെഗറ്റീവായി എടുക്കാതിരിക്കുക. 100 രൂപ വെച്ച് ഞാൻ ഇതിനൊക്കെ വില ഇടുന്നുള്ളൂ. അതൊരു വലിയ വിലയാണെന്ന് എനിക്ക് 25 വെറൈറ്റി യെല്ലോയും ബ്ലൂവും ഇതെല്ലാം ചേർത്ത് 25 ഹൈബ്രിഡ് വെറൈറ്റി എല്ലാം ചേർത്തിട്ടാണ് 2,500 രൂപ നമ്മൾ കൊടുക്കുന്നത്. അപ്പം മാക്സിമം ഒരാളുടെ കഷ്ടപ്പാടിൻ്റെ വില അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു നെഗറ്റീവ് പറയാതിരിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കിപ്പം എന്തായാലും ഇപ്പൊ പ്ലാൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷീബ ചേച്ചിനെ വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര ദൂരെയുള്ളവരായാലും ഇതുപോലുള്ള ചെടികൾ ഡയറക്റ്റ് വന്ന് മേടിക്കാൻ ശ്രമിക്കുക. എപ്പിസിയ ബിഗോണിയ പോലുള്ളത് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ചെടി നിങ്ങളുടെ കാശാണ്, നിങ്ങളുടെ ചെടിയാണ്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിയണമെങ്കിൽ അത് വന്ന് മേടിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എപ്പിസിയുടെ ഒരുവിധം കാഴ്ചകളെല്ലാം കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ 50-60 കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷൻസ് മാത്രമേ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്കിപ്പം പ്ലാൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷീബ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ പറഞ്ഞല്ലോ കൊറിയറിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ നേരിട്ട് പരമാവധി വന്ന് മേടിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഒരുപാട് ദൂരത്തുള്ള ഒരു കൊറിയർ കുറച്ച് റിസ്ക് ആണ്. ഈ ഹൈബ്രിഡ് വെറൈറ്റി എപ്പിസിയൊക്കെ അയക്കുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചീഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഇതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.